എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമായാണ് ഞാൻ വന്നത്. നല്ല ടേസ്റ്റാണ് ഇതിന്. സേമിയം വെച്ചുള്ള ഉപ്പുമാവാണ്. മുതിർന്നവരും കുട്ടികളൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നല്ല ടേസ്റ്റാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി ഞാനതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു തുള്ളി ഓയിലൊന്നൊഴിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനതിലേക്ക് മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 4 മുട്ട കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് അടിച്ച് വെച്ചതാണിത്. ഇതൊന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നല്ലോണം ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. കണ്ടില്ല, ഞാൻ ഇതേപോലെ മുട്ടയെല്ലാം ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളുത്തുള്ളിയാണ് ഞാൻ ചെറുതായി കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ച പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളകാണ് അരിഞ്ഞിട്ടത്. അതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി നീളത്തിൽ അരിഞ്ഞിട്ടത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ പകുതി എടുത്താൽ മതി. മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത്. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുത്തത്. അത് 2 കളറിൽ എടുത്തിട്ടുണ്ട്. പച്ച എടുത്തിട്ടുണ്ട്, മഞ്ഞ എടുത്തിട്ടുണ്ട്. ഓരോ ക്യാപ്സിക്കത്തിൻ്റെ പകുതി വീതമാണ് ഞാൻ എടുത്തത്. അതും ക്യാരറ്റ് മുറിച്ചിട്ടതുപോലെ തന്നെ നീളത്തിലാണ് മുറിച്ചിട്ടത്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇത് 3 മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ച ആ മുട്ട കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ക്യാരറ്റും ക്യാപ്സിക്കവും മുട്ടയെല്ലാം കൂടി ഒന്ന് എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തത്. ഇനി ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ പാൻ തന്നെ ഞാൻ അടുപ്പത്തേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 കപ്പ് സേമിയ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സേമിയ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. 2-3 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ നല്ലോണം വിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഞാനിവിടെ ഇപ്പോൾ 3 മിനിറ്റ് നേരം ഇത് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ സേമ്യത്തിനനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഈ സേമ്യത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുക്കിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞാനെടുത്തത് ഇതേപോലത്തെ നൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കറാണ്. നമ്മുടെ സേമിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ആ സേമിയത്തിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ടേസ്റ്റ് മേക്കർ ചേർത്ത് കൊടുക്കുകയാണ്. 3 പാക്കറ്റാണ് ഞാൻ എടുത്തത്. അത് 3 ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. അതിൻ്റെ മുന്നേ ഞാനതിലേക്ക് 1 നുള്ള് ചതച്ച മുളക് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടിതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസും മുട്ടയില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ മുട്ടയും സേമിയയും ഒക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും ആകുന്ന പോലെ ഈ രീതിയിൽ ഞാനത് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.